മദ്യപ്പുഴയിൽ നീരാടാൻ കേരളമുക്കിന് കൊതിയാണോ? പിന്നെന്താണ്? മദ്യത്തിന് നികുതി കുറച്ച് ഇഷ്ടം പോലെ മദ്യമൊഴുക്കാൻ ഭരണക്കാരുടെ കളി കണ്ടില്ലേ? ഇതാണോ മദ്യനയം? UDF മദ്യനയം. നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള അംഗങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണ്. ഇനി പ്രിയപ്പെട്ട പ്രതിപക്ഷത്തോടും പ്രതിപക്ഷ നേതാവിനോടും മുഹസിൻ MLA ഉൾപ്പെടുന്ന ആളുകളോടൊക്കെ പറയുകയാണ്, നിങ്ങളൊരു ഒരു പ്രസ്താവന ഇറക്കണം, അല്ലെങ്കിൽ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കണം. ഇന്ത്യൻ ചരിത്രത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. മദ്യത്തിനെതിരെ നമ്മളൊരു നിസ്സഹകരണം പ്രഖ്യാപിക്കണം. എങ്ങനെയാണ്? കേരളത്തിലുള്ള ജനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നികുതി കൂട്ടുന്നത് വരെ മദ്യം കഴിക്കാൻ പാടില്ല. തൊണ്ടയിൽ നിന്ന് ഒരു സൈസ് മദ്യവും എന്ത് ചെയ്യാൻ പാടില്ല, ഇറക്കാൻ പാടില്ല. ആരും കുടിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം പറയണം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ CPM-ലും CPI-ലും SFI-ലും DYFI-ലും അതുപോലെ തന്നെ CIT പോലെയുള്ള യൂണിയനുകളും ഇടതുപക്ഷ മുന്നണിയുടെ ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം കുടിക്കില്ല എന്നൊരു പ്രഖ്യാപനം നിങ്ങൾ നടത്തണം. നിസ്സഹകരണ പ്രഖ്യാപനം നിങ്ങൾ നടത്തണം. അത് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? 2024-25 എക്കണോമിക് ഇയറിലെ സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് മദ്യത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള നികുതിയുടെ കണക്കെന്ന് പറയുന്നത് 14,822 കോടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി ഒരു മാസം സർക്കാരിന് ലഭിച്ചിട്ടുള്ള നികുതി എന്ന് പറയുന്നത് 1,235 കോടിയോളം രൂപയാണ്. ഇങ്ങനെ ഈ കുടിക്കരുതെന്ന് പറഞ്ഞാലും ചില മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും, കുടിക്കും. അതുകൊണ്ട് നമുക്കൊരു 735 കോടി തന്നെ എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. എന്നിട്ടൊരു 500 കോടി എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, പാർട്ടി ഓഫീസുകളിലും പാർട്ടി കമ്മിറ്റികളിലും ഒക്കെ നമ്മൾ അറിയിക്കണം. ഏതെങ്കിലും അണികൾ കുടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റുള്ള അണികൾക്ക് എന്ത് ചെയ്യാം, പാർട്ടിയുടെ ഉന്നത ഓഫീസിലേക്ക് പരാതി നൽകാം. അവരെ എന്ത് ചെയ്യും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഏതെങ്കിലും മെമ്പർ മദ്യം കുടിക്കുന്നത് കണ്ടാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഏതെങ്കിലും MLA മദ്യം കുടിക്കുന്നത് കണ്ടാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഏതുവരെ? ഈ നികുതി കൂട്ടുന്നത് വരെ. ഒരു മദ്യനയത്തിനെതിരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സഹകരണ സമരമുറയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 500 കോടി വെച്ച് നമ്മൾ മാസം കൂട്ടുകയാണെങ്കിൽ സർക്കാരിന് ഒരു വർഷം എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാകും? 6,000 കോടി രൂപയുടെ എന്ത് ചെയ്യും, നഷ്ടം ഉണ്ടാകും. അതായത് LDF ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ ഖജനാവിൽ എത്ര പൈസ ഉണ്ടായിരുന്നു, അത്രയും പൈസ ആർക്ക് നഷ്ടം? UDF ഗവൺമെന്റിന് നഷ്ടാവും. അപ്പോ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ അതെങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടും. അതുപോലെ കേരളത്തിലെ ഈ കുടിയന്മാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ പരിഹാരങ്ങൾ ഉണ്ടാകും, അല്ലെ? ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും. അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സമരമുറയാണ്. സാധാരണ സമരമുറകളെന്ന് പറയുമ്പോൾ ബാരിക്കേഡുകൾ വെച്ചിട്ട് അതിന്റെ അടക്കം മറച്ചിട്ടിട്ട് അതിനെ പുറത്തേക്ക് വലിഞ്ഞു കയറുമ്പോൾ പോലീസ് എന്ത് ചെയ്യും, തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാത്തി കൊണ്ട് അടിയേക്കും, എന്തെങ്കിലുമൊക്കെ മുറിവുകൾ പറ്റും, ചിലപ്പോൾ പോലീസുകാരുടെ വിരൽ നഷ്ടപ്പെടും. മുദ്രാവാക്യം വിളിക്കാൻ വന്ന അണികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും. ചിലപ്പോ എന്താണ് പറയാ, റോഡിൽ വീഴുമ്പോൾ ചളിയാവുന്ന സൈസിലുള്ള ജലവിലങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർ അറ്റാക്ക് ചെയ്യും. അതൊക്കെ നമുക്ക് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷെ ഇതെന്താണ്, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സമരമുറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ മുദ്രാവാക്യം വിളിക്കാൻ വരുന്ന അണികൾ, ഞങ്ങളുടെ പാർട്ടി എന്ത് പറഞ്ഞാലും ചെയ്യും ഞങ്ങൾ, അതുകൊണ്ട് ഈ നിസ്സഹകരണത്തോട് ഞങ്ങൾ സഹകരിക്കും എന്ന് പാർട്ടിയുടെ അണികൾ ഒരു പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കണം. അപ്പോ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിൽ കുടുംബങ്ങൾക്ക് ഉപയോഗപ്പെട്ട ഒരു നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ഇത് മാറും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നിയമസഭയിൽ വേറൊരു മുദ്രാവാക്യം വിളിക്കണം. എന്താണ് ആ മുദ്രാവാക്യം? ഇതല്ല മദ്യനയം, മദ്യനയം, LDF മദ്യനയം മദ്യത്തിന്റെ വർജനമാണ്, വർധനമല്ല വർജനമാണ്. ബാറുകൾ കൂട്ടും നികുതിയും കൂട്ടും, നിസ്സഹകരണം മദ്യത്തോട്, LDF മദ്യനയം വർധനമല്ല എന്ന് പറയുന്ന മുദ്രാവാക്യം നിയമസഭയിൽ നമ്മൾ ചേർന്ന മുമ്പിൽ ചെന്ന് വിളിക്കണം എന്ന് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് മദ്യം അല്ലെങ്കിൽ ലഹരിക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ നിങ്ങൾ ഈ മുദ്രാവാക്യം കൂടെ വിളിക്കണമെന്ന് പറയുകയാണ്. പിന്നെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, മദ്യവും ലഹരിയുടെ കാറ്റഗറിയിൽ പെടുന്നതെന്നാണ് വിശ്വസിക്കുന്നത് ഈ തൂഫാനിൽ. അതിനും കൂടെ എന്ത് ചെയ്യണം, ഒരു പരിഹാരം കാണുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ശരിയെന്നാ.